قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ അനുഗ്രഹീത നാവുകളെ ഖുർആനിൻ്റെ മാസ്മരിക ശക്തി കൊണ്ട് അനുഗ്രഹീതമാക്കിയ ഖുർആൻ ടാലന്റ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വിധികർത്താക്കൾ നമ്മുടെ ചെന്നൈ സ്വദേശി ഹാഫിളും കാരിയുമായ സിദ്ദീഖ് അലി ബാക്കവി, ഒപ്പം തന്നെ മേലാറ്റൂർ സ്വദേശി ഖാരി സുബൈർ അൻവരി. നമുക്കിന്ന് ഈ ടാലന്റ് ഷോയിൽ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് വിഭാഗം തലവൻ പ്രൊഫസർ അക്തർ വാസർ. ഈ ടാലന്റ് ഷോയിലൂടെ നമ്മൾ ഒരുക്കുന്നു ആദ്യ സമ്മാനമായി നൽകുന്ന ഹജ്ജ്, ഒപ്പം തന്നെ ഉംറ, മറ്റ് നിരവധി സമ്മാനങ്ങൾ. ഇതെല്ലാം ലഭ്യമാക്കുന്ന ആർക്കാണ് ആ അസുലഭ അവസരം ലഭ്യമാക്കുക എന്ന് നാം തിരിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത്. ഏവരെയും നമ്മുടെ ഈ ടാലന്റ് ഷോയിലേക്ക് ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യ മത്സരാർത്ഥിയെ സവിനയം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് മുഹമ്മദ് നഈം. സൂറത്ത് സുഖ്റുഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ ഇലാ ഫിർഔന വമലഇഹി ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ. ഫലമ്മാ ജാഅഹും ബിആയാതിനാ ഇദാ ഹും മിൻഹാ يضحكون. وما نريهم من آية إلا هي أكبر من أختها وأخذناهم بالعذاب لعلهم يرجعون. وقالوا يا أيها الساحر ادع لنا ربك يا أيها الساحر ادع لنا ربك بما عهد عندك إننا لمهتدون. فلما كشفنا عنهم العذاب إذا هم ينكثون.
ونادى فرعون في قومه قال يا قوم أليس لي ملك قال يا قوم أليس لي ملك مصر وهذه الأنهار تجري من تحتي أفلا تبصرون أم أنا خير من هذا الذي هو مهين ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين فلما آسفونا انتقمنا منهم فأغرقناهم أجمعين فجعلناهم سلفا ومثلا للآخرين ولما ضرب ابن مريم مثلا إذا قومك منه يصدون وقالوا أآلهتنا خير أم هو ما ضربوه لك إلا جدلا بل هم قوم خصمون صدق الله العظيم. السلام عليكم ورحمة الله وبركاته. شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽഹംദുലില്ലാ നഈം നിങ്ങളുടെ ഖിറാഅത്ത് വളരെ ഉഷാറാണ്. അൽഹംദുലില്ലാ നല്ല ശബ്ദം. അൽഹംദുലില്ലാ നിങ്ങൾ ഓതിയതിൽ ചില തെറ്റുകൾ അത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്.
ആദ്യ ആയത്ത് നിങ്ങൾ ഓതിയത് ഇലാ ഫിർഔന വമലഇഹി, അവിടെ എങ്ങനെ ഓതി നിങ്ങൾ? ഓതട്ടെ. إلى فرعون وملئه. അത് തെറ്റാണ്. വമലഇഹി, വമലഇഹി അവിടെ മദ്ദില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ റാഇൻ്റെ തഫ്ഖീം അത് നന്നായിട്ട് അതാക്കണം. റാ എവിടെ തഫ്ഖീമായിട്ടുണ്ടല്ലോ, തഫ്ഖീം അവിടെ നന്നായിട്ട് ചെയ്യണം. പിന്നെ ഫലൗല ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ, അവിടെ നിങ്ങൾ എങ്ങനെ ഓതി? ഫലൗല ഉൽഖിയ അലൈഹി, ഖിയ അലൈഹി, യാ ഐന് രണ്ടും ചേർന്ന്. ഉൽഖിയ അത് ഒരു കലിമ, പിന്നെ അടുത്ത് അലൈഹി വേറെ കലിമാവണം, അവിടെ ചേരാൻ പാടില്ല. ഉൽഖിയ അലൈഹി അങ്ങനെ ഓതണം. ഉൽഖിയ അലൈഹി, ഉൽഖിയ അലൈഹി, യാ ഐൻ്റെ ചേർന്ന്, അത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീ തിലാവത്തിക്കും വഖിറാഅത്തിക്കും. നഈം ഖിറാഅത്തിൽ ശബ്ദത്തെയും ശൈലിയെയുമൊക്കെ പ്രശംസിച്ചുകൊണ്ട് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഖിറാഅത്തിൽ വന്ന ശ്രദ്ധിക്കേണ്ടുന്ന ഉണർത്തേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക് മാത്രം, പ്രധാന ചില കാര്യങ്ങളിലേക്ക് മാത്രം പ്രവേശിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലഇഹി എന്ന്, മലഇഹി എന്നായിരുന്നുവെങ്കിൽ പിന്നെ മലഇഹി എന്ന് നീട്ടൂലായിരുന്നു, രണ്ടും നീട്ടിപ്പോയി. മലഇഹി എന്നാണ് ഓതേണ്ടത്. മലഇഹി ചേർത്തി പറയുകയാണെങ്കിൽ അവിടെ മദ്ദോടുകൂടി ഹാഇൻ്റെ ശേഷം. മലഇഹി എന്നായിരുന്നു പറയുന്നതെങ്കിൽ പിന്നെ ഹായിനെ നീട്ടാനും പറ്റില്ല, മുമ്പ് സുക്കൂനായല്ലോ. ആണല്ലേ? അതിൽ 49-ാമത്തെ ആയത്തിൽ ഖാലു യാ അയ്യുഹസ്സാഹിറു ദുഅ ലനാ, അല്ലേ? അവിടെ ഖാലു യാ അയ്യുഹ എന്ന കലിമത്തുണ്ടല്ലോ, അതിലെങ്ങനെ വഖഫ് ചെയ്യാം? അസ്സാഹിറു എന്നത് ഒഴിവാക്കിയിട്ട് വഖഫ് ചെയ്യേണ്ടുന്ന രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് وقالوا يا أيها الساحر. അസ്സാഹിർ എന്നത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുമ്പുള്ള കലിമത്തിൽ നിർത്താം. യാ അയ്യുഹ ഉണ്ടല്ലോ, അതിൽ നിർത്താം. وقالوا يا أيها, അലിഫില്ലാതെയാണ് നിർത്താം, അല്ലേ? അയ്യോ സുക്കൂനോടുകൂടിയല്ല നിർത്താം, അല്ലേ? ആണ്. എന്ത് ഹ ആണത്? ആ ഹായിൻ്റെ പേരെന്താണ്? ഹാകൾ പല ഇനങ്ങളുണ്ട് ഖുർആനിൽ, അല്ലേ? ഇതേ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഹാകൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, പല വിധികളിലുണ്ട്, പല നിയമങ്ങളാണ് അതിനൊക്കെ ഉള്ളത്, വ്യത്യസ്തമാണ്. ഇതിൻ്റെ പേരറിയാം? ഹാ ഉ തമ്പി എന്ന് കേട്ടുക്കണം. വേറെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള ഇങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന വ്യത്യസ്ത ഹാവുകൾ അറിയോ? ഇപ്പം നേരത്തെ ഓതിയ മലഇഹി ഓതിയല്ലോ, അല്ലേ? അവിടെ ഇതേപോലത്തെ ഒരു ഹാ വന്നിട്ടുണ്ടായിരുന്നു, എഴുത്തിൽ ഇതേപോലെ തോന്നിക്കുന്ന ഒരു ഹാ വന്നിട്ടുണ്ടായിരുന്നു. ഹാ ഉൽ കെലിമത്ത്, ചില കെലിമത്തുകളിൽ വന്നിട്ടുള്ള ചില അസ്ലിയായിട്ടുള്ള ഹാ ഉണ്ട്, ഹാ ഉൽ അസ്ലി, അല്ലേ? വജ്ഹ്, ഫവാക്കിഹ്, ലം യന്തഹി, അവിടെയൊക്കെ ഹാകളുണ്ട് ഇതേപോലെ തന്നെ എഴുത്തിലുള്ള ആ ഹാ ഉണ്ട്. അതുപോലെ തന്നെ ഹാ ഉസ് സക്കത്തുണ്ട്, മാലിയ, അവിടെയൊക്കെയുള്ള ഉദാഹരണത്തിന് ഹിസാബിയ, സുൽത്താനിയ പോലുള്ളത്. അതുപോലെ തന്നെ ഹാ ഉൽ ലമീർ ഉണ്ട്, ഹാ ഉൽ ലമീർ, അവൻ, അത് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന ഹാ ഉണ്ടല്ലോ, ആ ഹാ, ഹാ ഉൽ ലമീർ. അതുപോലെ തന്നെ ഹാ ഉൽ ബദലുണ്ട്, ഹാ ഉൽ ഇവളുണ്ട്, അല്ലേ? ഈ പേരുകളിലൊക്കെ നമ്മുടെ ഖിറാഅത്തിലാണെങ്കിലും വേറെ ഖിറാഅത്തുകളിലാണെങ്കിലും ഹാകൾ അങ്ങനെയുണ്ട്, ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹാകളൊക്കെ പേരുകൾ മനസ്സിലാക്കുക, അതോടുകൂടി എന്താണ് ആ ഹാകളൊക്കെ കൊണ്ടുള്ള ഉദ്ദേശമൊക്കെ എന്താണ്, ആ കലിമത്തുകളിലൊക്കെ എങ്ങനെയാണ് ഖിറാഅത്ത്, വഖഫ് എങ്ങനെയാണ്, വസ്ൽ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. नईम बहुत मुबारक हो, शाबाश। और ये अल्लाह का बड़ा करम और इनाम है कि वो किताब जिसके लिए उसने ख़ुद कहा है कि अगर पहाड़ों पे उतार दी जाती तो पहाड़ उसकी ताकत
उसकी हैबत से ज़र्रा ज़र्रा होकर बिखर जाते। उसे अल्लाह का ये इनाम नहीं तो और क्या है कि वो इंसान जो कि ख़ुद एक नाजुक तख्लीक़ है, उसके दिल के अंदर जो एक मुट्ठी भर गोश्त का टुकड़ा है, उसके अंदर ये पूरा कुरान समा जाता है और महफूज रहता है। और ये अल्लाह ने जो उसकी हिफाजत का ख़ुद वादा किया है, उसका जीता जागता सबूत है कि बड़ी उम्र से लेकर और बच्चों तक सब कुरान को याद करते हैं, हिफ्ज़ करते हैं, सुनाते हैं और इस तरह से हमारी समाअतों को मुनव्वर करते हैं। अल्लाह तुम्हें लंबी उम्र दे, इसी तरह कुरान से तुम्हारा शगफ़ बाक़ी रहे और जिन लोगों ने तुम्हें तालीम दी और तरबियत दी, अल्लाह ताला उनके दर्जात भी बुलंद फरमाए। شيبا شبانا وفتيانا شيبا شبانا وفتيانا വിശുദ്ധ ഖുർആനിൻ്റെ സംഗീത സാന്ദ്രമായ അനുഭൂതി സൃഷ്ടിച്ചുകൊണ്ട് അടുത്തതായി വേദിയിലെത്തുന്നു സ്വാദിഖ് ഒളിമണ്ണ. قد أنزل ربي القرآن نورا للناس. സൂറത്ത് ഹൂദ് 36. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم كما تسخرون فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل وقال اركبوا فيها بسم الله مجريها ومرساها إن ربي
وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا وكان في معزل يا بني اركب معنا ولا تكن مع الكافرين صدق الله العظيم. الحمد لله. محمد صادق، أحسنت في قراءتك وتلاوتك، بارك الله. أنت قرأت هناك يا بني اركب معنا. هناك أي قاعدة؟ സാക്കിനായ ബാഇനെ മുതഹരിക്കായ മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇദ്ഗാം സഗീർ. إدغام സഗീർ. صغير. إدغام الصغير تاما ناقص താം. تاما. الحمد لله. الله تعالى നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീ ഖിറാഅത്തിക്കും വതിലാവത്തിക്കും. സാദിഖ് നല്ല ശബ്ദത്തിലും ഈണത്തിലും ഓതിയ ഭാഗത്തിൽ നിന്ന് وقال اركبوا فيها بسم الله മജിരേഹ. മജ്റേഹ എന്നുള്ളത് അല്ലേ? അവിടെ റാഇനിക്ക് എന്താണ്? റാഇനെ ഇമാലത്ത് ചെയ്യുക. ഹിമാലത്താണ്. ഹിമാലത്തിൻ്റെ സമയത്ത് തന്നെ റാഇനിക്ക് തഫീമാണോ തർക്കീഖാകണോ വേണ്ടി? മജിരേഹ എന്ന് പറയുമ്പം റാഇന് തർക്കീക്കാണ്ടാവും. തർക്കീഖ് അല്ലേ? റാഇനിക്ക് കസ്റ എന്ന സമയത്തും ഇമാല ചെയ്യുന്ന സമയത്തും തർക്കീഖാണോ വേണ്ടത്? ഇമാല അല്ലേ? ഇമാല എന്ത് ഇമാലയാണ്? ഇമാലത്ത് കുബ്ര. കുബ്ര അല്ലേ? അതായത് അലിഫിൻ്റെയും യാഇൻ്റെയും യാഇൻ്റെയും ഇടയിലുള്ള ഉച്ചാരണം അല്ലേ? ഇമാലത്ത് സുഹറ നമ്മുടെ വാവിൻ്റെയും ഖിറാഅത്തിലല്ല പറയുന്നത്. ഇമാലത്ത് സുഹറ വരുന്നിടത്ത് മറ്റുള്ള ഖിറാഅത്തുകളിൽ ഇമാലത്ത് സുഹറ വരുന്നിടത്ത് ഇമാലത്ത് സുഹറ എന്ന് പറയുന്നത് ഫത്ഹിൻ്റെയും കസ്റിൻ്റെയും ഇടയിലുള്ള ഉച്ചാരണം. കുറഞ്ഞ ഇതിൽ കുബ്രൻ്റെ അത്ര പോകില്ല. നമ്മുടെ ഖിറാഅത്തിൽ വേറെ എവിടെയെങ്കിലും ഇമാലത്ത് വന്നിട്ടുണ്ടോ? ഹഫ്സയുടെ ഖിറാഅത്തിൽ വേറെ എവിടെയും വന്നിട്ടില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഇമാലത്ത്. ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ഫത്ഹ് ഉള്ള അക്ഷരത്തിന് അതല്ലെങ്കിൽ ഫത്തിൻ്റെ ശേഷം അലിഫുള്ള അക്ഷരത്തിന് ഉച്ചരിക്കുന്ന സമയങ്ങളിൽ ചിലർ ചെരിച്ച് ഉച്ചരിക്കാറുണ്ട്. ചില ആളുകൾ ചെരിച്ച് ഉച്ചരിക്കാറുണ്ട്. നമ്മളെ ഖിറാഅത്തിലില്ല. അത് അജ്ഞത കൊണ്ട് വരുന്നതാണ് അല്ലേ? സിലാൻ്റെ ഹർഫ് ഫത്ഹായിട്ട് വരുമ്പോൾ നമ്മൾ വായ നല്ലോണം തുറന്നിട്ട് അതിനെ ഫത്ഹ് നല്ലോണം കൊടുക്കും അല്ലേ? ഇതിനെന്ത് പറയും? ഫത്ഹ് മുതവസ്സിത്തല്ല. ഇസ്തിലാൻ്റെ ഹർഫുകളാകുമ്പോൾ ഫത്ഹ് ഷദീദ് വരും. ഫത്ഹ് ഷദീദ്. നമ്മൾ സാധാരണ എല്ലായിടത്തും കൊടുക്കേണ്ടത് മുതവസ്സിത്ത്. ഫത്ഹ് മുതവസ്സിത്താണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇമാല സുഗാറ അത് വാരിദായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്, ഇമാല കുബ്ര ആണെങ്കിലും അത് വാരിദായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്, നമ്മൾക്ക് ഇമാലത്ത് വാരിദായത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇജ്റാഹ എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? ഖിറാഅത്ത് ശ്രദ്ധിക്കുക, മറ്റുള്ള നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. साहब बहुत अच्छा माशाल्लाह, समझे, बावजूद इसके कि गला आपका साथ नहीं दे रहा था, आपने बड़े हुस्न के साथ तिलावत की, क़िरात की, उसके लिए आप बहुत मुबारकबाद के मुस्तहिक़ हैं। और आपको और तमाम आपके साथियों को इस पर फ़ख्र होना चाहिए कि कुरान को सुनना और कुरान को सुनाना दोनों अल्लाह के आखिरी रसूल सरापा रहमत जनाब मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की सुन्नत है। और रमज़ान के महीने में आप ख़ास तौर से उसका एहतमाम करते थे। और आम तौर पे एक दफ़ा आपने हमेशा रमज़ान में कुरान को जिब्रील से सुना, लेकिन हज़रत फ़ातिमा की रिवायत है अपने पर्दा फरमाने के आखिरी साल में आपने उसे 2 दफ़ा सुना। तो
तो आपको भी बहुत बहुत मुबारकबाद और आपके साथियों को भी। شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിലെ അവസാന മത്സരാർത്ഥി അസ്അദ് കോട്ടക്കൽ. قد أنزل ربي القرآن نورا سورة المرسلات والنمل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نسفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين. ويل يومئذ للمكذبين. ألم نخلقكم من ماء مهين فجعلناه في قرار مكين. إلى
قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاة أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين انطلقوا إلى ما كنتم به تكذبون صدق الله العظيم شيبا شبانا وفتيانا شيبا شبانا وفتيانا अल्हम्दुलिल्लाह। असअद, आपकी तिलावत बहुत खूब है, अच्छा है, आवाज़ भी बहुत अच्छी है। लेकिन इससे पहले भी आपकी इशारा फरमाया, मैं इशारा किया हूँ, इमाला कई हरूफ में आपका जो है ना इमाला का बहुत ये आता है। इमाला पूरे कुरान में इमाला कुबरा खाली एक जगह में, लेकिन आपकी तिलावत के अंदर जो है ना बहुत इमाला का बहुत आप ख्याल करना है। और वल मुरसलाती, यहाँ पढ़ने के वक्त में आप ऐसे पढ़े हैं वल मुरसलात, इस सीन के ऊपर तशदीद थोड़ा उसके लगाकर आप पढ़ें, ये भी कुछ आप ख्याल करना। मुरसलाती वल मुरसलाती वल मुरसलाती, और तुमिसत, यहाँ भी तुमिसत पढ़ना, तुमिसत, इस सीन के ऊपर थोड़ा सा तशदीद का निशान आया है। और क़ाफ और या समा, समा इमाला बहुत से जगह में, और तत ता बोलने के वक्त में भी, और उधर भी बहुत से हरूफ में जो है ना इमाला का ज़रा ख्याल करना है। इमाला जो है ना पूरे कुरान में एक ही जगह है, इसका ख्याल करके अल्लाह ताला आपको और भी तरक्की अता फरमाए। बारकल्लाहु फ़ी क़िराअतिकुम व तिलावतिकुम। അസ്അദ് നമ്മുടെ പാരായണത്തിൽ വളരെ തർത്തീലായിട്ടുള്ള ഖിറാഅത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഹറക്കത്തുകളിൽ നിന്ന് ഹർഫുകൾ ഉടലെടുക്കുന്നുണ്ട്. ഹറക്കത്തുകൾ മാത്രമുള്ള മദ്ദില്ലാത്ത അക്ഷരങ്ങൾ ചിലത് നീണ്ടു പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില സുക്കൂനായ അക്ഷരങ്ങൾക്ക് കൽക്കലത്തില്ലാത്ത ഹർഫുകൾക്ക് കൽക്കലത്ത് വന്നു പോകുന്നുണ്ട്. നഷ്റ എന്ന് വഖഫ് ചെയ്തെടുത്ത് നഷ്റ അലിഫില്ലാതെ വഖഫ് വെറും ഫത്ഹമൽ മാത്രം വഖഫായി പോയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഫുരിജത്ത് അവിടെ റായിനിക്ക് കസ്റാവുമ്പോൾ തെർക്കീക്കാണല്ലോ വേണ്ടത്, ഫുറി എന്നല്ല, ഫുരി എന്നാണ്. മഖ്റജ് മാറാതെ തെർക്കീക്കാവാൻ ശ്രദ്ധിക്കുക. ഇഖ്ഫാകൾ ശ്രദ്ധിക്കുക. മഹീനിയും ഫ
മഹീനിൻ ഫ അങ്ങനെയല്ല, മഹീനിൻ ഫ. ഫാഇൻ്റെ മഖ്റജാണ്. ഇഖ്ഫാ അതിൻ്റെ ഗുന്നത്ത് ഖൈശൂമിൽ നിന്ന് വരികയും ചെയ്യുക. ഫാവ് പറയാൻ വേണ്ടിയിട്ട് മാത്രം മുൻപല്ല് താഴെ ചുണ്ടിൻ്റെ പള്ളിയിൽ തട്ടിക്കുക, അങ്ങനെയല്ല. ഇഖ്ഫാൻ്റെ സ്ഥലത്ത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അലം നഖ്ലുക്കും എന്നോ നിങ്ങൾ അല്ലേ? അലം നഖ്ലുക്കും അവിടെ എന്ത് ഇദ്ഗാമാണ്? إدغام متقاربين صغير മുതഖാരിബൈനിയും صغير സഗീറുമാണ് അല്ലേ? എന്താണ് സഗീർ എന്ന് പറഞ്ഞാൽ? ഇദ്ഗാം സഗീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഹർഫ് സാക്കിൻ, ആ രണ്ടാമത്തെ മുതഹർരിക്. ഫസ്റ്റ് ഹർക്കത്താണെങ്കിലോ, ഹർക്കത്തിന് ഹർക്കത്തിൽ ഇദ്ഗാം ചെയ്യുകയാണെങ്കിലോ അതിനെന്തെന്നാ പറയാം? ഇദ്ഗാം കബീർ പറയും. ഇദ്ഗാമുൽ കബീർ കബീർ എന്ന് പറയും അല്ലേ? ഇദ്ഗാമുൽ കബീർക്ക് അങ്ങനെ പേര് പറയാൻ കാരണം എന്താ? ഹർക്കത്തുകളാണ് സുക്കൂനിനേക്കാൾ ഖുർആനിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ഹർക്കത്തുകളാണ്, സുക്കൂനിനെ അപേക്ഷിച്ച് ഹർക്കത്തുകളാണല്ലോ കൂടുതൽ വന്നിട്ടുള്ളത്. ഹർക്കത്തിന് മുത്തഹരിക്കിൽ ഇദ്ഗാം ചെയ്യുന്നതാണ് ഇദ്ഗാമുൽ കബീർ എന്ന് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്, ആ പേര് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ അലം നഖ്ലുക്കും എന്നുള്ളിടത്ത് ഇദ്ഗാം സഗീറാണ്, അതുപോലെ തന്നെ ഇദ്ഗാം താമാണ് അല്ലേ? ഇദ്ഗാം താം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരത്തിൻ്റെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരത്തിൻ്റെ മുദ്ഗമിൻ്റെ അക്ഷരത്തിൻ്റെ ദാത്തിനെയും സിഫത്തിനെയും കൂടി ഇദ്ഗാം ചെയ്യുക, അതിനേക്കാണ് ഇദ്ഗാം താം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇദ്ഗാം നാഖിസ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ ദാത്തിനെ അവശേഷിപ്പിച്ച് സിഫത്തിനെ അവശേഷിപ്പിച്ച് ദാത്തിനെ മാത്രം ഇദ്ഗാം ചെയ്യാം, എനിക്കാണ് ഇദ്ഗാം നാഖിസ് എന്ന് പറയാം. അപ്പോൾ സിഫത്തിനെ ഇദ്ഗാം ചെയ്യൂല, ദാത്തിനെ മാത്രമേ ഇദ്ഗാം ചെയ്യുള്ളൂ. അല്ലെ ഇംബസത്ത ഒക്കെ പോലെ അതാണ് ഇദ്ഗാം പിന്നെ നാഖിസ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ അലം നഖ്ലുക്കും എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഖിറാഅത്തിൽ എന്താണുള്ളത്? ഇദ്ഗാം താമാണോ നാഖിസാണോ? ഇദ്ഗാം താമാണ്. ഇദ്ഗാം താം. ഇവിടെ ഇദ്ഗാം താമും ജായിസാണ്, അതുപോലെ തന്നെ ഇദ്ഗാം നാഖിസും ജായിസാണ്. ശ്രദ്ധിക്കുക, എല്ലാ കലിമത്തും ശ്രദ്ധിക്കുക. പാരായണത്തിൽ തൃത്തിലായിട്ടുള്ള ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹർക്കത്തുകളൊക്കെ വന്നു പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. आपने कुरान पढ़ा और जो आपने अपनी जैसी कोशिश की, आपके जो यहाँ पे जज साहिबान हैं इन्होंने आपको बताया और हिदायत दी, रहनुमाई की. ये समझ लीजिए कि जो कुरान आपने पढ़ा, कुरान पढ़ने की कोशिश बड़ी मुस्तहसन है, उसके लिए आप काबिल मुबारकबाद हैं. और इन लोगों ने जो आपको हिदायतें की हैं, रहनुमाई की है, वो भी बड़ी कीमती है, इसका ख्याल रखिए. कुरान को कायदे से पढ़ना, तरतील के साथ पढ़ना, हुस्न तजवीद के साथ पढ़ना ख़ुद बड़ा सवाब की बात है. और ये कुरान का हक़ है हम पर, और ये हमारा फ़र्ज़ है कि हम उसका हक़ अदा करें. इसलिए इस बात का ख्याल रखें. नतीजे जो कुछ भी हों, बुनियादी बात ये है कि आपने इस प्रोग्राम में हिस्सा लिया और यहाँ तक पहुँचे, ये भी बहुत बड़ा इनाम है. अल्लाह ताला आपको और ज़्यादा कुरान से शगफ़ पैदा करने की तौफीक अता फरमाए. വിശുദ്ധ രാവുകളെ ധന്യമാക്കിക്കൊണ്ടുള്ള അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഈ ടാലൻറ്റ് ഷോ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. هو زاد الروح وبهجتها ورفيق الدرب مدى الزمن يا حامل آي النور فتى